ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആരോഗ്യ കായിക വിദ്യാഭ്യാസം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യനും ആൻസറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ദ എബിലിറ്റി ഓഫ് മസിൽസ് ടു എക്സേർട്ട് ഫോഴ്സ്. ദ എബിലിറ്റി ഓഫ് മസിൽസ് ടു എക്സേർട്ട് ഫോഴ്സ്. മസ്കുലർ സ്ട്രെങ്ത്, മസ്കുലർ സ്ട്രക്ചർ, മസിൽ ഫ്ലെക്സിബിലിറ്റി, മസ്കുലർ മൂവ്മെൻറ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ മസ്കുലർ സ്ട്രെങ്ത് ആണ്. ദ എബിലിറ്റി ഓഫ് മസിൽസ് ടു എക്സേർട്ട് ഫോഴ്സ് മസ്കുലർ സ്ട്രെങ്ത് ആണ്. ബലം പ്രയോഗിക്കാനുള്ള പേശികളുടെ കഴിവിനെ പറയുന്ന പേരാണ് പേശി ശക്തി. ഫസ്റ്റ് ഓപ്ഷനാണ് ശരി. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം. വ്യായാമ മുറകൾ പരിശീലിക്കുന്നതിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന അത്യന്താപേക്ഷിത ഘടകം ഏത്? ഓപ്ഷൻ തന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓക്സിജൻ ആണ്. നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ എനർജിയൊക്കെ കിട്ടുന്നത് ഓക്സിജൻ മൂലമാണ്. അപ്പോൾ ഓക്സിജനാണ് കറക്റ്റ് ആൻസർ. വിച്ച് ഈസ് ദ എസെൻഷ്യൽ factor that helps to produce energy for physical training. ഫിസിക്കൽ ട്രെയിനിന് ആവശ്യമായിട്ടുള്ള എനർജിയൊക്കെ കിട്ടുന്നത് ഏതിൽ നിന്നാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, നൈട്രജൻ അല്ല, ഹൈഡ്രജൻ അല്ല, ഓക്സിജൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, പ്രീക്കോഷൻസ് ദാറ്റ് ക്യാൻ ബി ടേക്കൻ ടു അവോയ്ഡ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രോണിങ്. ഡ്രോണിങ് എന്ന് പറഞ്ഞാൽ മുങ്ങുന്നതിൽ ഒഴിവാക്കുന്നതിന് നമ്മൾ എന്തൊക്കെ പ്രീക്കോഷൻസ് ആണ്, എന്തൊക്കെ പ്രതിരോധ നടപടികളാണ് സ്വീകരിക്കേണ്ടത്? ഷുഡ് നോ ബോട്ടിങ് അറിയണം. should not to row, should know swimming, should know how to jump into water. അപ്പോൾ നമ്മൾ മുങ്ങാൻ പോകുന്ന ആൾക്ക് ബോട്ടിങ് അറിഞ്ഞിട്ട് കാര്യമില്ല. എന്താ അറിയേണ്ടത്? സ്വിമ്മിങ് ആണ് അറിയേണ്ടത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഡിവിജ്വൽ സ്പോർട്ട് ഈവൻറ്റ്. ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന സ്പോർട്ട് ഈവൻറ്റ് ഏതാണ്? വോളിബോൾ അല്ല, വോളിബോൾ കൂട്ടമായിട്ട് കളിക്കുന്നതാണ്. ബാസ്കറ്റ് ബോളും അല്ല, ക്രിക്കറ്റും അല്ല. പിന്നെ റെസ്ലിംഗ് ആണ് ഒറ്റയ്ക്ക് കളിക്കുന്നത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആസനാസ് ക്യാൻ ബി ഡൺ ഓൺ സിറ്റിംഗ് പോസ്. അതായത് ഇരുന്നു കൊണ്ട് കുറേ യോഗാസനങ്ങളുണ്ട്. ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന ഏത് ആസനമാണ്? വൃക്ഷാസന അല്ല, പത്മാസനയാണ് കറക്റ്റ് ആൻസർ. നമുക്കിതിൻ്റെ വെള്ളത്തിൽ വീണ് കിടക്കുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കാൻ അത്യന്താപേക്ഷിതമായത് വേണ്ടത് എന്ത്? ബോട്ടോടിക്കാൻ പഠിച്ചിരിക്കണം, തുഴയാൻ പഠിച്ചിരിക്കണം, നീന്തൽ പഠിച്ചിരിക്കണം, വെള്ളത്തിൽ ചാടുവാൻ പഠിച്ചിരിക്കണം. അപ്പോൾ നീന്തൽ പഠിച്ചിരിക്കണം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വ്യക്തിഗത കായിക ഇനം ഏത്? വോളിബോൾ, ബാസ്കറ്റ് ബോൾ, ക്രിക്കറ്റ്, ഗുസ്തി. അപ്പോൾ ഗുസ്തിയാണ് കറക്റ്റ് ആൻസർ. ചുവടെ കൊടുത്തിരിക്കുന്നത് ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന യോഗാസനം ഏത്? പത്മാസനമാണ് ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന യോഗ. അടുത്തത് 6 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസിന് ഏതെങ്കിലും 4 ഉത്തരം എഴുതിയാൽ മതി. റൈറ്റ് എനി 2 ഫസ്റ്റ് എയ്ഡ് ദാറ്റ് ഷുഡ് ബി ഗിവൺ ടു ഡ്രോണിങ് പേഴ്സൺ. വെള്ളത്തിൽ വീണ് അപകടമുണ്ടായ വ്യക്തിക്ക് നൽകുന്ന 2 പ്രഥമ ശുശ്രൂഷകൾ എഴുതുക. അപ്പോൾ വെള്ളത്തിൽ വീണ എന്താ നമ്മൾ ചെയ്യുക? നാടിമിടിപ്പ് ആദ്യം കൈ പിടിച്ചൊരുക്കിയിട്ട് ശ്വാസമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക അല്ലേ. നാടിമിടിപ്പും ശ്വാസോച്ഛ്വാസവും പരിശോധിച്ച് കുഴപ്പമില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തും. പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകും അല്ലേ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ നൽകും. പിന്നെ വയറ്റിനുള്ളിലൊക്കെ ചിലപ്പോൾ നമ്മൾ വെള്ളത്തിൽ മുങ്ങിയവരൊക്കെ കാണുമ്പോൾ വയറൊക്കെ വീർത്തിരിക്കും. അപ്പോൾ വയറ്റിനുള്ള വെള്ളം വായിലൂടെ ഒഴുകി പോകുന്നതിന് നമ്മൾ ശരീരം ഒന്ന് കുറച്ച് താത്തിയിട്ട് ചരിച്ച് മലർത്തി കിടക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ വെള്ളത്തിൽ വീണാൽ ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡ്സ് അതൊക്കെയാണ്. റൈറ്റ് എനി 2 ഫസ്റ്റ് എയ്ഡ് ദാറ്റ് ഷുഡ് ബി ഗിവൺ ടു ഡ്രോണിങ് പേഴ്സൺ. ഇനി അടുത്തത് നെയിം എനി 2 ഗെയിംസ് ദാറ്റ് നീഡ് അജൈലിറ്റി. എനി 2 ഗെയിംസ് ദാറ്റ് നീഡ് അജൈലിറ്റി. ഖോഖോ, കബഡി, ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ചുറുചുറുക്ക് ആവശ്യമായ ഏതെങ്കിലും 2 കളിയുടെ പേര് എഴുതുക. ഖോഖോ, കബഡി, ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ. ഏതെങ്കിലും 2 എഴുതുക. അതിനൊക്കെ കുറച്ച് ചുറുചുറുക്ക് സ്മാർട്ട്നെസ് ആവശ്യമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്വിമ്മിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ചെയ്ത് ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ഡൂയിങ് പത്മാസന. പത്മാസനയുടെ പ്രോസസ്സ് എഴുതുക. അതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ,
നീന്തൽ അറിയാവുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നീന്തൽ അറിഞ്ഞാൽ എന്താണ്? ജീവൻ രക്ഷ അല്ലേ? എന്തെങ്കിലും മുങ്ങിപ്പോയാൽ നമുക്ക് നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്താം നമുക്ക് തന്നെ. പിന്നെ അതേപോലെ തന്നെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നു, നല്ല എന്താ പറയുക, ഹെൽത്തി ബോഡി ഉണ്ടാവും, എനർജി ലഭിക്കുന്നു. ഇതൊക്കെ നീന്തലിൻ്റെ ഗുണങ്ങളാണ്. പിന്നെ പത്മാസനം ചെയ്യുന്ന വിധം വിവരിക്കുക, അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അത് നോക്കുക. കാലുകൾ മുന്നോട്ട്, എങ്ങനെയാണ് പത്മാസനം? കാലുകൾ മുന്നോട്ട് നീട്ടി നട്ടെല്ല് നിവർത്തിയിരിക്കുക, വലത്തുകാൽ മടക്കി ഇടത്തു തുടയ്ക്ക് മുകളിൽ ഉദരത്തോട് ചേർത്ത് വയ്ക്കുക, ഇടത്തുകാൽ വലത്തു തുടയ്ക്ക് മുകളിൽ വെച്ച് തല ഉയർത്തിപ്പിടിച്ച് കൈകൾ തുടയ്ക്ക് മുകളിൽ മലർത്തി വയ്ക്കുക. ഇതൊക്കെയാണ് പത്മാസന. ഇനി ഹൃദയ ശ്വസനക്ഷമത വർദ്ധിപ്പിക്കുന്ന കായിക ഇനങ്ങളെ പട്ടികപ്പെടുത്തുക. അപ്പോൾ ദീർഘദൂര ഓട്ടം, സൈക്ലിംഗ്, നീന്തൽ, ഫുട്ബോൾ, ഇതൊക്കെ ഹൃദയ ശ്വസനക്ഷമത വർദ്ധിപ്പിക്കുന്ന കായിക ഇനങ്ങളാണ്. List out the sports events which help increase the cardiorespiratory endurance. അപ്പോൾ കാർഡിയോ റെസ്പിറേറ്ററിക്ക് ഉഷാറായിട്ട് നിൽക്കണമെങ്കിൽ ഏതൊക്കെയാണ്? സൈക്ലിങ്ങും സ്വിമ്മിങ്ങും ഫുട്ബോള് ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതൊക്കെയാണ് ആ സ്പോർട്സ് ഇവൻറ്റ്. ടു ഇൻക്രീസ് കാർഡിയോ റെസ്പിറേറ്ററി എൻഷുറൻസ്. ഇനി ആൻസർ എനിവൺ റൈറ്റ് 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് നീഡഡ് ഫോർ ഗുഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. അപ്പം ഗുഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഏതെങ്കിലും എഴുതാനാണ്. അതേപോലെ വാട്ട് പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൺ വൈൽ ഗോയിങ് ടു സീഷോർ. കടൽ തീരത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം പ്രിക്കോഷൻസാണ് നമ്മൾ എടുക്കേണ്ടത്? മികച്ച കായികക്ഷമതയ്ക്ക് വേണ്ട 3 പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? അപ്പോൾ നമ്മുടെ നല്ല ബോഡി സ്ട്രക്ചർ വേണം അല്ലേ, നല്ല ശരീരഘടന വേണം, ഹൃദയശ്വസന ക്ഷമത കാർഡിയോവസ്കുലർ എൻഷുറൻസ് വേണം, പേശി ശക്തി വേണം, പേശിക്ഷമത വേണം. ഇതൊക്കെയാണ് നല്ലൊരു ഫിറ്റ്നസ് ബോഡിക്ക് വേണ്ടത്. അതേപോലെ കടൽ തീരത്ത് പോകുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എന്തെല്ലാം? അപ്പോൾ എന്താണ്? കടലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകരുത്. അതേപോലെ സുരക്ഷാ ഉപകരണങ്ങളുടെ ലഭ്യത ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ലൈഫ് ഗാർഡിൻ്റെ നിർദ്ദേശം അനുസരിക്കുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിടുന്നതും ഓടുന്നതൊക്കെ ഒഴിവാക്കുക. ഇനി അടുത്തത് ആർട്ട് എഡ്യൂക്കേഷനാണ്. ആർട്ട് എഡ്യൂക്കേഷനിൽ എന്താണ്? വി ഫീൽ ദാറ്റ് ദ റെയിൽവേ ട്രാക്സ് and the electric post meet at a point when we move far away from it. Name that point. റെയിൽപാളങ്ങളും ഇലക്ട്രിക് പോസ്റ്റ് നിരകളും നമ്മുടെ കണ്ണിൽ നിന്ന് അകന്നു പോകുമ്പോൾ ചെറുതാവുകയും ഒരു ബിന്ദുവിൽ അവസാനിക്കുകയും ചെയ്യുന്നത് പോലെ തോന്നാറില്ലേ? ഈ ബിന്ദുവിന് പറയുന്ന പേരെന്താണ്? അപ്പോൾ ഈ ബിന്ദുവിന് പറയുന്ന പേരാണ് വാനിഷിംഗ് പോയിന്റ് എന്ന്. എന്താ പറയുക? വാനിഷിംഗ് പോയിന്റ് എന്നാണ് പറയുക. ഓക്കെ, വാനിഷിംഗ് പോയിന്റ്. ഓക്കെ, വാനിഷിംഗ് പോയിന്റ്. നെയിം ദ പിക്ചർ ദാറ്റ് ഈസ് ഡ്രോൺ ഹ്യൂമറസ്ലി. ഹാസ്യാത്മകമായി വരയ്ക്കുന്ന ചിത്രങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? രേഖാചിത്രം, പോർട്രേറ്റ്, കാർട്ടൂൺ, ഇല്ലസ്ട്രേഷൻ. അതെന്താണ്? കാർട്ടൂൺ ആണല്ലേ. നമ്മൾ ഹ്യൂമറായിട്ട് കോമഡി ആയിട്ട് വരയ്ക്കുന്നതൊക്കെ എന്താ പറയുക? സ്കെച്ച്, പോർട്രേറ്റ്, കാർട്ടൂൺ, ഇല്ലസ്ട്രേഷൻ. കറക്റ്റ് ആൻസർ എന്താണ്? കാർട്ടൂൺ ആണല്ലേ. കാർട്ടൂൺ ആണ് നമ്മൾ ഹ്യൂമറിന് വേണ്ടിയിട്ട് വരയ്ക്കുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് സാ ഇൻ സപ്തസ്വര? അപ്പോൾ സാരി ഗ മ പദ നിസ നമ്മൾ പാട്ടിലൊക്കെ പഠിക്കല്ലേ. അതിൽ സ എന്ന് പറയുന്നത് മധ്യമം, പഞ്ചമം, ഷഡ്ജം, നിഷാദം. അപ്പോൾ ഏതാണ്? ഷഡ്ജമാണ് സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ ഉൾപ്പെടുന്ന വിഭാഗം എന്താണ്? ഷഡ്ജമാണ്. ഓക്കെ, അപ്പോൾ സപ്തസ്വരങ്ങളെ അടിസ്ഥാന സ്വരമായ സായുടെ നാമം ഷഡ്ജമാണ്. ഭക്തി രസപ്രാധാന്യമുള്ള സാഹിത്യം ഉൾക്കൊണ്ട കർണാടക സംഗീത രൂപം ഏതാണ്? കീർത്തനമാണ്. തോറ്റംപാട്ടും പദവും തില്ലാനി എന്നല്ല, കീർത്തനമാണ്. കീർത്തനം എന്ന് പറയുന്നത് ഭക്തി പ്രാധാന്യമുള്ളതാണ്. തമിഴ്നാടിൻ്റെ തനത് നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടമല്ല, മണിപ്പൂരിയല്ല, കുച്ചിപ്പുടിയല്ല, ഭരതനാട്യമാണ്. നടന്മാർ സ്റ്റേജിൽ അവതരിപ്പിക്കലിൽ നിന്നും വ്യത്യസ്തമായ നാടകം ഏതെഴുതുക? പ്രൊഫഷണൽ അല്ല. പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ നടന്മാർ അവതരിപ്പിക്കുന്നതാണ്. യക്ഷഗാനം നടന്മാർ അവതരിപ്പിക്കുന്നതാണ്. പാവനാടകമാണ്, അത് നടന്മാർ അവതരിപ്പിക്കുന്നതല്ല. പാവകൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയാണ് ചെയ്യുന്നത്. അമച്ചർ നാടകവും മനുഷ്യന്മാർ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. വാട്ട് ഈസ് ദ നെയിം സാ ഇൻ സപ്തസ്വര? അപ്പോൾ ഷഡ്ജമാണെന്ന് പറഞ്ഞു. വിച്ച് കർണാട്ടിക് മ്യൂസിക് ഫോം ഇൻക്ലൂഡ്സ് ഭക്തിരസ? ഭക്തി പ്രാധാന്യമുള്ളത് ഏതാണ്? തോറ്റംപാട്ടല്ല, പദമല്ല, തിലാനല്ല, കീർത്തനമാണ്. ഓക്കെ, വിച്ച് ഈസ് ദ ടിപ്പിക്കൽ ഡാൻസ് ഫോം ഓഫ് തമിഴ്നാട്? തമിഴ്നാടിൻ്റെ ടിപ്പിക്കൽ ഡാൻസ് ഫോം മോഹിനിയാട്ടമല്ല, മണിപ്പൂരിയല്ല, കുച്ചിപ്പുടിയല്ല, ഭരതനാട്യമാണ്. ഓക്കെ, നെയിം ദ ഡ്രാമ വിച്ച് ഈസ് നോട്ട് പെർഫോംഡ് ബൈ ദ ആക്ടേഴ്സ് ഓൺ 3 സ്റ്റേജ്. അപ്പോൾ ആക്ടേഴ്സ് അല്ലാതെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഡ്രാമ ഏതാണ്? പ്രൊഫഷണൽ അല്ല, യക്ഷഗാനമല്ല,
പാവനാടകമാണ്, അമേച്ചർ ഡ്രാമയല്ല. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? പാവനാടകം. ഇനി അടുത്ത റൈറ്റ് എനി 2 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് മെയിൻലി സീൻ ഇൻ കലോത്സവം. അപ്പോൾ കലോത്സവത്തിൽ കാണുന്നത് കുറേ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാം? മോഹിനിയാട്ടം എഴുതാം, ഭരതനാട്യം എഴുതാം, കുച്ചിപ്പുടി എഴുതാം, ഏതെങ്കിലുമൊക്കെ എഴുതാം. അതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയൊക്കെ. റൈറ്റ് എനി 2 സ്റ്റേജസ് റിലേറ്റഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ഡ്രാമ. ഒരു നാടകം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ അതിൽ വെറും കാണുന്ന മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഡയറക്ഷൻ ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ വേഷവിധാനങ്ങളുണ്ട്, മേക്കപ്പ് ഉണ്ട്, പശ്ചാത്തല സംഗീതമുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേതെങ്കിലും 2 കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. ഇവിടെ തമിഴ്നാട്ടിൻ്റെ തനത് നൃത്തരൂപം ഏത്? ഭരതനാട്യം. നടന്മാർ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ നാടകം ഏതെല്ലാം? ഏത്? പാവനാടകം. കലോത്സവ വേദികളിൽ കണ്ടുവരുന്ന 2 ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ ഏവ? മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി. നാടക നിർമ്മിതിയുമായി ബന്ധപ്പെട്ട 2 ഘടകങ്ങൾ എഴുതുക. സ്ക്രിപ്റ്റ്, കഥാപാത്ര നിർണ്ണയം, വേഷവിധാനം, മേക്കപ്പ്, പശ്ചാത്തല സംഗീതം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ എഴുതാം. ഇനി അടുത്തത്, അടുത്ത് നിൽക്കുന്ന മരത്തിനും അകലെ നിൽക്കുന്ന മരത്തിനും ഇടയിൽ കാഴ്ച വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊരു ചിത്രം വരയ്ക്കാനാണ്. ഓക്കെ. ഒരു ചിത്രത്തിൽ അടുത്ത് നിൽക്കുന്ന മരത്തെയും അകലെ നിൽക്കുന്ന മരത്തെയും വരയ്ക്കുക. മരങ്ങൾക്ക് കാഴ്ച വരുന്ന മാറ്റം കൃത്യമാക്കണം. അപ്പോൾ അടുത്ത് നിൽക്കുന്ന 2 മരങ്ങൾ അടുത്ത് നിൽക്കുകയാണ്, ഒന്ന് അടുത്താണ്, ഒന്ന് അകലെയാണ്. അങ്ങനെ തോന്നിക്കുന്ന വിധത്തിൽ നിങ്ങളൊരു ചിത്രം വരയ്ക്കാനാണ്. യു ഹാവ് ലേൺഡ് ദ ഡിഫറൻസ് ഇൻ ദ വിഷൻ ഓഫ് എ ട്രീ വിച്ച് ഈസ് നിയർ ഹാൻഡ് വിച്ച് ഈസ് ഫാർ. ഡ്രോ എ പിക്ചർ ഇൻ വിച്ച് എ ട്രീ ഈസ് നിയർ ഹാൻഡ്, എ ട്രീ ഈസ് ഫാർ. ഒരു ട്രീ അടുത്ത പോലെയും തോന്നണം, ഒരു ട്രീ കുറച്ച് വിട്ടിട്ടുമാണെന്ന് തോന്നണം. ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദ ട്രീസ് ഷുഡ് ബി മെയ്ഡ് ക്ലിയർ. അങ്ങനെ ഒരു ചിത്രം വരയ്ക്കാനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ട്രയോസ് ഓഫ് കർണാട്ടിക് മ്യൂസിയം. കർണാട്ടിക് മ്യൂസിയത്തിലെ ട്രയോസ് ഏതാണെന്ന്? അത് കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളുടെ പേര് എഴുതുക. അപ്പം ത്രിമൂർത്തികൾ എന്ന് പറയുമ്പോൾ 3 ആളുണ്ട്, ഏതെങ്കിലും ഒരാളെ പേരെഴുതുക. ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിത്, ശ്യാമശാസ്ത്രികൾ. ഓക്കെ. ത്യാഗരാജസ്വാമികൾ, അതേപോലെ മുത്തുസ്വാമി ദീക്ഷിത്, ശ്യാമശാസ്ത്രികളിൽ എല്ലാവരും അറിയുന്നവർ മുഴുവൻ പേരെഴുതുക. ഓക്കെ. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ നിന്ന് 2 കൈകളും ചേർത്ത് വെച്ച് കാണിക്കാവുന്ന രൂപങ്ങൾ തിരഞ്ഞെടുത്ത് കുറിക്കുക. നമസ്കാരം. നമസ്കാരം എന്ന് പറയുമ്പോൾ എന്താണ്? 2 കൈകളും ചേർത്ത് വെച്ചിട്ടാണ്. മത്സ്യവും 2 കൈകളും ചേർത്ത് വെച്ച് നമുക്ക് കഴിക്കാം. വെള്ളം കുടിക്കുക നമുക്ക് ഒരൊറ്റ വെള്ളം കുടിക്കുക എന്നുള്ളത് നമുക്ക് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കാം. പറക്കുക നമുക്ക് 2 കൈയും വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ്? നമസ്കാരം, മത്സ്യം, പറക്കുക. അതിൽ വെള്ളം കുടിക്കുക മാത്രം ഒഴിവാക്കുക. ഓക്കെ. ഇനി അടുത്തത്, നാടകവും കഥകളിയും തമ്മിലുള്ള 3 വ്യത്യാസങ്ങൾ എഴുതുക. അപ്പോൾ നാടകം എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ സംഭാഷണമുണ്ട്. കഥകളിയിൽ ഡയലോഗ്സ് ഉണ്ടോ? കഥകളിയിൽ ഡയലോഗ്സ് ഇല്ല, നോ ഡയലോഗ്. പിന്നെ കഥകളിയിൽ ഓരോ മുദ്രകളാണ്, നാടകത്തിൽ മുദ്രകളൊന്നുമില്ല. പിന്നെ കഥകളിക്കൊക്കെ വേഷത്തിന് ഒരു ഡിസൈനൊക്കെ ഉണ്ട്, ഒരു രൂപകൽപ്പന ഉണ്ട്. പിന്നെ നാടകത്തിന് അങ്ങനത്തെ വേഷമൊന്നുമില്ല. അതായത് കഥകളിക്ക് ആര് വേഷം ഇട്ടാലും എപ്പോഴും വേഷം ഒന്ന് തന്നെ ആയിരിക്കും കഥകളിക്ക്, അല്ലേ? ഒരേ വേഷവിധാനമായിരിക്കും. പക്ഷെ നാടകത്തിന് ആ ക്യാരക്ടർ അനുസരിച്ചിട്ട് വേഷങ്ങളൊക്കെ മാറ്റാം, അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഡ്രോ എ കാർട്ടൂൺ ബേസ്ഡ് ഓൺ ഡീഫോറസ്റ്റേഷൻ. യു മേ ഡ്രോ വിത്ത് എ പെൻ ഓർ പെൻസിൽ. അപ്പോൾ വനനശീകരണത്തെ അടിസ്ഥാനമാക്കി ഒരു കാർട്ടൂൺ വരയ്ക്കാനാണ്. പിന്നെ അടുത്തത്, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ കീർത്തനയെ പറ്റിയിട്ട് 2 വാക്ക് എഴുതാനാണ്. ഓക്കെ. അപ്പോൾ അത്രയാണ് നമ്മൾ ആദ്യത്തെ കലാവിദ്യാഭ്യാസത്തിലുള്ള ചോദ്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വർക്ക് എഡ്യൂക്കേഷൻ നമുക്ക് നോക്കാം. ഓക്കെ. വൈ ആർ ഹോൾസ് മെയ്ഡ് ഓൺ ദ പൈപ്പ് വിച്ച് ഈസ് ബറീഡ് ഇൻ ദ ഗ്രൗണ്ട് വൈൽ മേക്കിംഗ് പൈപ്പ് കമ്പോസ്റ്റ്. അപ്പോൾ പൈപ്പ് കമ്പോസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ അടിയിൽ ഒരു ഹോൾസ് ഇടുന്നല്ലേ. ആ ഹോൾസ് എന്തിനാണെന്നാണ് ചോദിച്ചത്. ഓക്കെ. എന്തിനാണ്? ടു ഗെറ്റ് സൺലൈറ്റ് കിട്ടാനാണോ? അല്ല. ടു സ്പ്രെഡ് സ്മെല്ല് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്യാനാണ് ആ ഹോൾസ് ഇട്ടത്? അതുമല്ല. പിന്നെ ടു സ്പീഡ് അപ്പ് ദ പ്രോസസ് ഓഫ് കമ്പോസ്റ്റിംഗ്. അപ്പം അതാണ് കറക്റ്റ് ഉത്തരം. ഓക്കെ. ടു ഫിക്സ് ദ പൈപ്പ് ഇൻ ദ ഗ്രൗണ്ട്.
അപ്പോൾ അതാണ് കമ്പോസ്റ്റിൻ്റെ അടിയിൽ നമ്മൾ പൈപ്പ് ഇടുന്നതിൻ്റെ ഉദ്ദേശം. അതാണ് പൈപ്പ് കമ്പോസ്റ്റ് നിർമ്മാണത്തിൽ പൈപ്പിൻ്റെ മണ്ണിനടിയിലുള്ള ഭാഗത്ത് സുഷിരങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിന്? സൂര്യപ്രകാശം ലഭിക്കാൻ ഗന്ധം വരുത്തുന്നതിന്, കമ്പോസ്റ്റിംഗ് പ്രക്രിയ ത്വരിതഗതിയിൽ നടക്കുന്നതിന്, പൈപ്പ് ആഴത്തിൽ മണ്ണിലേക്ക് ഇറക്കുന്നതിന്. അപ്പോൾ അത്രയാണ് അതിൽ കമ്പോസ്റ്റിംഗ് പ്രക്രിയ ത്വരിതഗതിയിൽ നടക്കുന്നതിനാണ് നമ്മൾ ഹോൾസ് ഇടുന്നത്. ഇനി താഴെ പറയുന്നതിൽ പേപ്പിയർ മാഷ് രീതിയിൽ ചവറ്റുകുട്ട നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു ഏത്? സിമെൻറ്റ്, പേപ്പർ പൾപ്പ്, മണൽ, കളിമണ്ണ്. അപ്പോൾ പേപ്പർ പൾപ്പാണ് പേപ്പിയർ മാഷ് രീതിയിൽ ചവറ്റുകുട്ട നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. വിച്ച് മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇൻ പേപ്പിയർ മാഷ് മെത്തേഡ്? സിമെൻറ്റ്, പേപ്പർ പൾപ്പ്, സാൻഡ്, ക്ലേ. അപ്പോൾ സിമെൻ്റ് അല്ല, സാൻഡ് അല്ല, ക്ലേ അല്ല, ഏതാണ്? പേപ്പർ പൾപ്പാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മെഷർമെൻറ്റ് ഈസ് കറക്റ്റ് ഫോർ മേക്കിംഗ് പില്ലോ കവർ? പില്ലോ കവർ, തലയണ കവർ ഉണ്ടാക്കുന്നതിന് കറക്റ്റ് മെഷർമെൻറ്റ് ഏതാണ്? 100, 150 അല്ല, 125, 200 അല്ല, 200, 100 അല്ല, 50 × 70. 50 × 75 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GI? GI സീൻ ഓൺ ദ മെറ്റൽ ഷീറ്റ് യൂസ്ഡ് ഫോർ ഷീറ്റ് മെറ്റൽ പ്രോഡക്റ്റ്. അപ്പോൾ ഷീറ്റ് മെറ്റൽ പ്രോഡക്റ്റൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ സൈഡിലുണ്ടാവും GI എന്ന് എഴുതിയത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ ഫുൾ ഫോം ഗ്ലിറ്റേഡ് അയൺ അല്ല, ഗോൾഡ് ഇമേഴ്സ്ഡ് അയൺ അല്ല, ഗ്ലോബൽ അയൺ അല്ല. GI എന്ന് പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് അയൺ ആണ്. എന്താണ്? ഗാൽവനൈസ്ഡ് അയൺ ആണ്. ഓക്കെ, താഴെ കാണുന്നവയിൽ അളവുകൾ പില്ലോ കവർ നിർമ്മിക്കുന്നതിന് അനുയോജ്യമായത് ഏതാണ്? 50 × 75 സെൻറ്റിമീറ്റർ. ലോഹ തകിട് കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന GI ഷീറ്റിൽ GI എന്നതിൻ്റെ പൂർണ്ണനാമം ഗ്ലിറ്റഡ് അയൺ അല്ല, ഗോൾഡ് ഇമേഴ്സ്ഡ് അയൺ അല്ല, ഗ്ലോബൽ അയൺ അല്ല, ഗാൽവനൈസ്ഡ് അയൺ ആണ് GI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം 2 ഫുഡ് ഐറ്റംസ് വിച്ച് കുഡ് ബി മെയ്ഡ് പ്രോസസ്സിങ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കുന്ന 2 ഫുഡ് ഐറ്റംസിൻ്റെ പേര് എഴുതാനാണ്. എന്തൊക്കെയാണ്? സ്കോഷ് അല്ലേ, പാഷൻ ഫ്രൂട്ട് കൊണ്ട് സ്കോഷ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം. ഓക്കെ, പോഷകങ്ങളുടെ കലവറയായ പാഷൻ ഫ്രൂട്ട് സംസ്കരിച്ച് നിർമ്മിക്കാവുന്ന 2 ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നങ്ങളുടെ പേരെഴുതുക. എന്താണ്? സ്കോഷ്, ജാം. ഇനി അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. മാച്ച് ദ ഫോളോയിങ്. ചകിരി, മെറ്റൽ ഷീറ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, PVC പൈപ്പ്. ഇവിടെ ചകിരി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചവിട്ടി എന്ന് പറഞ്ഞാൽ മാറ്റ്. പിന്നെ മെറ്റൽ ഷീറ്റ് ട്രേ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എഴുതുന്നതിനുള്ള ചോക്ക്. PVC പൈപ്പ് കമ്പോസ്റ്റ്. ഓക്കെ, കൊയർ ഫൈബർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡോർമാറ്റ് ഉണ്ടാക്കാൻ, മെറ്റൽ ഷീറ്റ് ട്രേ ഉണ്ടാക്കാൻ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചോക്ക് ഉണ്ടാക്കാൻ, PVC പൈപ്പ് ഡോർമാറ്റ് ഉണ്ടാക്കാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഡൗൺ ദ മെറ്റീരിയൽസ് നീഡഡ് ഫോർ മേക്കിംഗ് ദ മോഡൽ ഓഫ് ലങ്സ്. മോഡൽ ഓഫ് ലങ്സ് അതായത് പഠനോപകരണ നിർമ്മിതിയിൽ ശ്വാസകോശത്തിൻ്റെ മാതൃക നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാധന സാമഗ്രികൾ ഏതൊക്കെയാണ്? അപ്പോൾ എന്തൊക്കെയാണ്? ശ്വാസകോശം നമ്മൾ വീട്ടിൽ സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ ബലൂൺ ഉപയോഗിച്ചിട്ടാണ് ശ്വാസകോശം ഉണ്ടാക്കിയതല്ലേ. ബലൂൺ വേണം, പിന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം, വൈറ്റ് ട്യൂബ് വേണം, പ്ലെയിൻ ട്യൂബ് വേണം, പിന്നെ ഒട്ടിക്കാനുള്ള ഗമ്മ് വേണം, ഒരു പേപ്പർ കട്ട് ചെയ്യുന്ന വേണം, കത്രിക വേണം. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി അടുത്തത്, വാഴനാര് കൊണ്ട് വിവിധ അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കാവുന്നതാണ്. ഇത്തരത്തിൽ അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കാൻ സാധിക്കുന്ന നാര് ലഭ്യമാകുന്ന മറ്റു സസ്യങ്ങൾ. ഇപ്പം വാഴയുടെ നാര് കൊണ്ട് നമ്മൾ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഉപയോഗിക്കുന്ന നാരുകളാണ് ചണനാര്, ജൂട്ട് ഫൈബർ, അതേപോലെ ഓലയുടെ നാര്, അതേപോലെ കൈതനാര്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്ത ലിസ്റ്റ് ഡൗൺ ദ മെറ്റീരിയൽസ് നീഡഡ് ഫോർ മേക്കിംഗ് ദ മോഡൽ ഓഫ് ലങ്സ്. അത് നമ്മൾ പറഞ്ഞു. അതേപോലെ ബലൂണ്, അതേപോലെ പേപ്പർ കട്ടർ, വൈറ്റ് ട്യൂബ്, പ്ലാസ്റ്റിക് ബോട്ടിൽ, ഇതൊക്കെ വേണം. ഇനി വി ക്യാൻ മേക്ക് ഡിഫറെൻറ്റ് ഡെക്കറേറ്റീവ് ഐറ്റംസ് യൂസിങ് പ്ലാന്റഡ് ഫൈബേഴ്സ്. നെയിം ദ അതർ പ്ലാന്റ്സ് വിച്ച് പ്രൊവൈഡ്സ് ഫൈബേഴ്സ് ഫോർ മേക്കിംഗ് ഡെക്കറേറ്റീവ് ഐറ്റംസ്. അത് എന്തൊക്കെയാണ്? ജൂട്ട് ഫൈബർ എഴുതാം, പിന്നെ അതേപോലെ തന്നെ ജൂട്ട് ഫൈബർ, അതേപോലെ നമ്മുടെ തെങ്ങിൻ്റെ ഓല, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി അടുത്തത്, വൈ ഈസ് ലൈം പൗഡർ മിക്സ്ഡ് വിത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഫോർ മേക്കിംഗ് റൈറ്റിംഗ് ചോക്ക്. ഇപ്പോൾ റൈറ്റിംഗ് ചോക്ക് ഉണ്ടാക്കാനും പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കൂടെ എന്തും കൂടി ചേർക്കും? ലൈമും കൂടി ചേർക്കും. അതെന്തിനാണെന്ന്. ഓക്കെ, എഴുതുന്നതിനുള്ള ചോക്ക് നിർമ്മാണത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിനോടൊപ്പം കുമ്മായവും കൂടി ചേർക്കുന്നതിൻ്റെ ആവശ്യം എന്ത്? അപ്പോൾ എഴുതുമ്പോൾ ചോക്ക് നന്നായിട്ട് ബോർഡിൽ തെളിയണമല്ലേ. അതിന് പ്ലാസ്റ്റിക് ഓഫ് പാരീസ് മാത്രം ഉപയോഗിച്ചാൽ ചോക്ക് നന്നായി തെളിയില്ല. അതിൻ്റെ കൂടെ കുമ്മായം കൂടി കൂട്ടിയാലുള്ളൂ നല്ലവണ്ണം നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടുക. ഓക്കെ, ഇനി അടുത്തത്, തന്നിരിക്കുന്ന പട്ടിക നിരീക്ഷിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഒരു പട്ടിക നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ.
വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, വിറ്റാമിൻ B2, കാൽസ്യം, അയൺ, സ്റ്റാർച്ച് തുടങ്ങിയൊക്കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് ഇപ്പുറം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു 3 ചോദ്യം താഴെ ഉണ്ട്. എന്താണ് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി. പിന്നെ ഈ 2 ചോദ്യമാണുള്ളത്, അതിലേതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി. 4 ചോദ്യങ്ങൾക്ക് എഴുതിയാൽ 4 മാർക്ക് കിട്ടും. വിച്ച് ഫാമിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഗെറ്റിംഗ് വിറ്റാമിൻ സി, കെ, B2, അയൺ ആൻഡ് കാൽസ്യം? വിറ്റാമിൻ സി, കെ, B2, കാൽസ്യം ഇവ ആഹാരത്തിലൂടെ നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ കൃഷി ഏത്? അപ്പോൾ നമ്മൾ ആ ടേബിൾ പരിശോധിച്ചാൽ വിറ്റാമിൻ സിയും വിറ്റാമിൻ കെയും ഇരുമ്പും കാൽസ്യം ഇതിലൊക്കെ പൊതുവായിട്ട് അടങ്ങിയിരിക്കുന്ന ഏതാണ്? പച്ചക്കറികളും ഫ്രൂട്ട്സും ആണ്. അപ്പോൾ നമുക്ക് പച്ചക്കറി കൃഷി നടത്തിയാൽ നമുക്ക് ഇതൊക്കെ കുറേയൊക്കെ കിട്ടും. അപ്പോൾ വെജിറ്റബിൾ ഗാർഡനിങ് എന്ന് എഴുതാം. പിന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ, പാലൊരു സമീകൃത ആഹാരമാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ത്? ഇപ്പോൾ പാലിൽ എല്ലാ വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പാലൊരു സമീകൃത ആഹാരമെന്ന് നമ്മൾ പറയുന്നത്. ശരീരത്തിന് അന്നജം ലഭിക്കുന്നതിന് ഏതൊക്കെ ഇനങ്ങളാണ് കൃഷി ചെയ്യേണ്ടത്? അപ്പോൾ അന്നജം ലഭിക്കുന്നതിന് എന്താണ്? ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും അല്ലേ, സെറിയൽസ് ആൻഡ് അതേപോലെ പൊട്ടറ്റോ തുടങ്ങിയിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളുമാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നതിന് ശരീരത്തിനുണ്ടാകുന്ന പോഷകാഹാരക്കുറവിൻ്റെ കാരണം എന്ത്? ഇപ്പം ജങ്ക് ഫുഡ് കഴിക്കുകയാണ്, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് എല്ലാ വിറ്റാമിനും കിട്ടുമോ? നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിറ്റമിൻസും ജങ്ക് ഫുഡിൽ നിന്നുണ്ടാവുക ഇല്ല. ജങ്ക് ഫുഡിൽ നമുക്ക് വിറ്റാമിൻ ലഭ്യമാക്കുന്ന ഘടകങ്ങളൊന്നുമില്ല. പ്രധാനമായും ജങ്ക് ഫുഡ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മൈദ എന്ന് പറയുന്നത് വലിയ പോഷകഘടകങ്ങൾ കിട്ടുന്ന സംഭവമൊന്നുമല്ല. പിന്നെ നമ്മൾ എപ്പോഴും നോക്കുക, നമ്മൾ എന്ത് ജങ്ക് ഫുഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഷവർമ അങ്ങനത്തെ ഒക്കെ നോക്കുകയെന്ന് വെച്ചാൽ അത് അമിതമായിട്ട് ചൂടാക്കുകയാണ്, കൂടുതൽ ചൂട് പെട്ടെന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് അമിതമായിട്ട് ചൂടാക്കിയാൽ എന്താണ് ചില വിറ്റാമിൻസ് ഒക്കെ നഷ്ടപ്പെടുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് എഴുതാം. ഇനി അടുത്തത്, ചിത്രം നിരീക്ഷിച്ച് ഏത് സസ്യപ്രജനന മാർഗം എന്ന് തിരിച്ച് അറിഞ്ഞ് പേരെഴുതുക. ഇതിനാവശ്യമായ സാധന സാമഗ്രികളും പ്രവർത്തന വിവരണങ്ങളും തയ്യാറാക്കുക. അപ്പോൾ ഇതെന്താണ്? ബഡ്ഡിങ് ആണ്. അപ്പം ബഡ്ഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സയൻസിലൊക്കെ പഠിച്ചാണ്, ബുക്കിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ ബഡ്ഡിങ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഒരു ചെടി വേണം അല്ലേ, ഒരു പ്ലാന്റ് വേണം, പിന്നെ ബഡ് വേണം, പിന്നെ അതിന് വേണ്ടി ഒരു കത്തി വേണം, പിന്നെ പോളിത്തീൻ ഷീറ്റ് വേണം. പിന്നെ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി നിങ്ങൾ എഴുതണം. ഓക്കെ. വിച്ച് ഫാമിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ വിറ്റാമിൻ സി, കെ, B2, അയൺ ആൻഡ് കാൽസ്യം? അപ്പം നമ്മൾ ആ ടേബിൾ തന്നല്ലോ, അതിന് അടിയിലുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് എഴുതാം വെജിറ്റബിൾ ഗാർഡനിങ്. വൈ ഈസ് മിൽക്ക് കൺസിഡേർഡ് ആസ് എ ബാലൻസ്ഡ് ഡയറ്റ്? പിന്നെ ബാലൻസ്ഡ് ഡയറ്റായിട്ട് മിൽക്കിനെ കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വിച്ച് ആർ ദ ഐറ്റംസ് ദാറ്റ് ആർ ടു ബി കൾട്ടിവേറ്റഡ് ഫോർ ഗെറ്റിംഗ് സ്റ്റാർച്ചി ഫുഡ്? സ്റ്റാർച്ചി ഫുഡ് കിട്ടാൻ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് കൾട്ടിവേറ്റ് ചെയ്യണം? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കോസ്ഡ് ഡ്യൂ ടു ഈറ്റിംഗ് ജങ്ക് ഫുഡ്? ജങ്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള റീസൺ എന്താണ്? ഇനി ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്. റൈറ്റ് ദ പ്രൊസീജിയർ ആൻഡ് മെറ്റീരിയൽസ് നീഡഡ് ഫോർ ഇറ്റ്. അപ്പോൾ ഇതെന്താണ്? ഇത് ബഡ്ഡിങ് ആണ്. അപ്പോൾ ബഡ്ഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? പ്ലാന്റ് വേണം, ബഡ് വേണം, അതേപോലെ തന്നെ നൈഫ് വേണം, പോളിത്തീൻ ഷീറ്റ് വേണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ വരുന്നത്. Okay, thank you for watching this video.